നമസ്കാരം. പതിരും കതിരും. സകലത്തിലും തോറ്റു തുന്നമ്പാടി തളർന്ന് വീട്ടിൽ കയറി വരുന്ന അരശുമൂട്ടിൽ അപ്പുക്കുട്ടന് അമ്മ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന രംഗം ഓർമ്മയില്ലേ? വലിച്ചു കുടിച്ച ശേഷം അപ്പുക്കുട്ടൻ പറയും, കലങ്ങിയില്ല. ആ പറച്ചിലിൻ്റെ ഒരു താളമൊന്ന് ഓർത്തു നോക്കൂ. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ മോനെ. തൊടുന്നതിലെല്ലാം പിഴയ്ക്കുന്ന പിണറായി പറയുന്നതും ഏതാണ്ട് ഇതേ താളത്തിലാണ്. തുടച്ചിട്ട് നീങ്ങിയില്ല. നല്ലതുപോലെ ഒന്നുകൂടി തുടയ്ക്കൂ പിണറായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നല്ലോണം തുടച്ചു നീക്കിയതായിരുന്നില്ലേ അതിദാരിദ്ര്യം? അമ്മിക്കല്ലിൽ നിന്നും അരച്ച ചമ്മന്തി വടിവാളയ്ക്ക് വടിച്ചു നീക്കും പോലെ പിണറായി ഒറ്റയ്ക്കിറങ്ങി വടിച്ചു നീക്കുകയായിരുന്നു കേരളത്തിലെ അതിദാരിദ്ര്യം. എന്നാൽ ശരിക്കും തുടച്ചു നീക്കാനും വടിച്ചു നീക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടി പറഞ്ഞതായിരുന്നു ശരി. അതിദാരിദ്ര്യമേ നീങ്ങിയിട്ടുള്ളൂ, ദാരിദ്ര്യം ഇവിടെ പിന്നെയുമുണ്ട്. പിണറായി വിജയൻ്റെ ഡമ്പടി കേട്ട മോഹൻലാലും കമലഹാസനും കൂടി വന്നിരുന്നെങ്കിലോ? രോഗം മാറി വന്ന മമ്മൂട്ടിക്ക് ഈ ഒരൊറ്റ കാരണത്താൽ ചില്ലറ തെറിയല്ല നാട്ടുകാർ കൊടുത്തത്. ഇപ്പോൾ പറയുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 2ാം പതിപ്പ് വരുമെന്നാണ്. ഇതെന്താ പുസ്തകമാണോ പതിപ്പായി വരാൻ? പിണറായി ദാരിദ്ര്യം വടിച്ചു നീക്കിയതിൻ്റെ ഫലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇനി 2ാം പതിപ്പിറക്കി ദാരിദ്ര്യം മൊത്തം തുടച്ചു നീക്കിയാൽ ഈ സർക്കാരിൻ്റെ അവസ്ഥ എന്താകുമോ എന്തോ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഉഡായിപ്പ് പരിപാടിയുടെ പേരിൽ ചില്ലറ നാണക്കേടല്ല പിണറായി ഏറ്റുവാങ്ങിയത്. നിർമ്മാർജ്ജനത്തിൻ്റെ 2ാം പതിപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിപ്പോൾ ഭയമാണ്. അടുത്ത ഭരണം കൂടി കിട്ടിയാലേ പിണറായിയുടെയും പാർട്ടിയുടെയും ദാരിദ്ര്യം തീർത്തും മാറുകയുള്ളൂ എന്ന സന്ദേശമാണോ അത്? ആരെന്തൊക്കെ പറഞ്ഞാലും പിണറായി പിടിക്കുന്നിടം ജയിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് അതിദാരിദ്ര്യം വർദ്ധിച്ചതായി പാർട്ടിക്കും സർക്കാരിനും മനസ്സിലായത്. നമുക്കൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന കോൺക്ലേവ് കൂടി നടത്തിയാലോ സഖാവേ? പൗരപ്രമുഖരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തതുപോലെ വിശക്കുന്ന വയറുകളെ കണ്ടെത്താനുള്ള പരിപാടിയായി അത് മാറ്റണം. എന്തു കൊടുത്താലും വാങ്ങി തിന്നിട്ട് മറ്റേടത്ത് കുത്തുന്നവന്മാരുടെ എണ്ണം പെരുകി വരികയാണ് സഖാക്കളെ. ഈ കൊടുക്കുന്നതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണെന്നൊരു തോന്നൽ അടുത്തിടെയായി നാട്ടിലെ പാവങ്ങൾക്ക് ഉണ്ടായി തുടങ്ങി. ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ലെണ്ണണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു പണ്ട്. ഇന്ന് പല്ലെണ്ണി നോക്കുക മാത്രമല്ല, നാക്കിൻ്റെ നീളവും കുളമ്പിൻ്റെ വളവും വരെ നോക്കും. കഴിഞ്ഞ ദിവസം ഒരു സഖാവ് പ്രസംഗിക്കുന്നത് കേട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു. ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കണ്ട് സങ്കടം തോന്നിയ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് 1200 പേർക്ക് ബിരിയാണി കൊടുത്തു. അത് വലിച്ചു വാരുത്തി നേമ്പക്കം വിട്ട് കുത്തിയേക്കാം സഖാവ് എന്ന് പറഞ്ഞ് എല്ലാവരും പോയി. സഖാവ് രാത്രി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കേണ്ടതാണ്. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ ആകെ കിട്ടിയത് 134 വോട്ട്. എങ്ങനെ തെറി വിളിക്കാതിരിക്കും? വേറൊരു സഖാത്തിയുടെ വാട്സാപ്പ് സന്ദേശവും കേട്ടായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി കാശില്ലാതെ ലോൺ എടുത്ത് എല്ലാ വോട്ടർമാർക്കും വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വണ്ടിയിൽ കയറാൻ ഭയങ്കര തള്ളായിരുന്നു. വന്നവർക്കെല്ലാം പലഹാരങ്ങളും ചായയും കൊടുത്തു. വോട്ടെണ്ണി നോക്കിയപ്പോൾ ആ പാവം തോറ്റുപോയി. വണ്ടിയിൽ കയറിയവരും കൊടുത്തത് തിന്നവരും ഒന്നും വോട്ട് ചെയ്തില്ല. സഹികെട്ട ആ കൂട്ടുകാരി നന്ദികെട്ട ജനത്തോടായി പറഞ്ഞു, നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ തിന്നതിൻ്റെയും വണ്ടിയിൽ കയറിയതിൻ്റെയും കാശെല്ലാം തിരിച്ചു കൊട്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ കിടന്നോ, ഞാൻ പുതപ്പിച്ചോളാമെന്ന് ജനം പറയും. പക്ഷേ കുളിർന്നു കിടന്നാലും പുതപ്പിക്കില്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 2ാം പതിപ്പിലൂടെയെങ്കിലും പിണറായി ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും സാറ് ചരിത്രമായി കഴിഞ്ഞു. അത്രയ്ക്കായിരുന്നല്ലോ ചെയ്വനകളെല്ലാം. വെനിസ്വേലക്കാരൻ നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ഉറക്കത്തിലാണ് അമേരിക്ക റാഞ്ചിയത്. പിണറായി ഇനി ഉറക്കത്തിലും സൂക്ഷിക്കണം. DYFIക്കാർ നാടാകെ നടന്ന് ട്രംപ് തുലയട്ടെ എന്ന് പറയുന്നതും കത്തിക്കയറുന്നതുമൊക്കെ അമേരിക്ക അവിടെ ഇരുന്ന് അറിയുന്നുണ്ട്. കട്ടിലടക്കമാണ് അവർ റാഞ്ചുന്നത്. അപ്പോൾ ചങ്കിൽ ചൈനയുണ്ട്, കക്ഷത്തിൽ ക്യൂബയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ പിന്നെ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി അവരിങ്ങോട്ട് കാശ് മുടക്കി വന്ന് കൊണ്ടുപോയില്ലെങ്കിലും ഇനി അങ്ങോട്ട് സൂക്ഷിച്ച് വേണം ചികിത്സയ്ക്ക് പോകാൻ. ഉത്തര കൊറിയയെ കൂട്ടുപിടിച്ച് അമേരിക്കയെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ DYFIക്കാർ ആസൂത്രണം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവർക്കൊന്നേ കിങ് ഉന്നിനോട് പറയാനുള്ളൂ, അമേരിക്കയിലെ മയോ ക്ലിനിക് ഒഴിവാക്കി വേണം മിസൈൽ അയക്കാൻ. ഞങ്ങളുടെ കാരണഭൂതൻ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ 2ാം പതിപ്പ് അവതരിപ്പിക്കേണ്ട മനുഷ്യനാണ്.